ഈജിപ്തിന്റെ അതിർത്തി നഗരമായ റഫയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുമോ? പലസ്തീൻ യുദ്ധം പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമോ? ഈജിപ്തും മറ്റ് രാജ്യങ്ങളും യുദ്ധമുന്നണിയിലേക്ക് കടക്കുമോ? ലോകരാജ്യങ്ങൾ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നു. ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുന്നു. അമേരിക്കയും ഈജിപ്തും ഖത്തറും കൈറോയിൽ ഇസ്രായേലുമായി ചർച്ച നടത്തുന്നു. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ഇസ്രായേലിന് മേൽ ആഗോള സമ്മർദ്ദം ഉയരുന്നു. അതിനെല്ലാം ഇടയിലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇന്നലെ മാത്രം ഇസ്രായേൽ ബോംബിംഗിൽ മരിച്ചത് 133 പേരാണ്. കഴിഞ്ഞ 4 മാസം മരിച്ചത് 28,500ഓളം പേർ. ഇപ്പോൾ ഗാസയിലെ 23 ലക്ഷം ജനങ്ങളിൽ പകുതിയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ നഗരം ഉപേക്ഷിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അഭയാർത്ഥികളെ സ്വീകരിക്കില്ലെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിരുന്നു. യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേലും തടവിലാക്കിയവരെ വിട്ടയക്കില്ലെന്ന് ഹമാസും നിലപാടെടുത്തിരിക്കുന്നു. ഒക്ടോബർ 7-ന് ഹമാസ് തുടങ്ങിവെച്ച ആക്രമണത്തിൽ 1200 ഇസ്രായേലികൾ മരിക്കുകയും 253 ഇസ്രായേലികളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തതാണ് യുദ്ധത്തിന് കാരണമായത്. ഇതിൽ 130 പേരെ ഇപ്പോഴും ഹമാസ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇവരെ വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കാതെ ബന്ദികളെ വിട്ടയക്കില്ലെന്ന് ഹമാസും നിലപാടെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ രക്തസാക്ഷികളാകുവാൻ കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം പ്രതീക്ഷിച്ച് മരണത്തെ കാത്തിരിക്കുന്ന പലസ്തീൻ ജനത പറയുന്ന വാക്കുകളാണിത്. ഗാസയിലെ 80% കെട്ടിടങ്ങൾ തകർന്നിരിക്കുകയാണ്. സൗത്ത് ഗാസ മുനമ്പിലെ ചെറുനഗരമായ റഫയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് പലസ്തീൻ ജനത. കരയിലൂടെ ഹമാസിനെ ആക്രമിക്കണമെങ്കിൽ ജനങ്ങളെ ഒഴിപ്പിച്ചേ തീരൂ. ഇതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ഇസ്രായേൽ സൈന്യത്തിനോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീൻകാർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ച ഈജിപ്തും പിന്നിൽ ഇസ്രായേൽ ടാങ്കുകളും. ഇതാണ് അവസ്ഥ. അതിർത്തി കടന്ന് പലസ്തീനികൾ ഈജിപ്തിലെ സിനായി മരുഭൂമിയിലേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ഈജിപ്ഷ്യൻ ഭരണകൂടം കരുതുന്നത്. ഈജിപ്തിൽ പലസ്തീൻ അനുകൂലമായ ജനവികാരം ശക്തമാണെങ്കിലും ഇത്രയധികം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാകില്ല. ഈജിപ്തും അത് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഹമാസിന്റെ വെടിനിർത്തൽ ഉപാധികൾ നെതന്യാഹു തള്ളിയിരുന്നു. പൂർണ്ണമായ വിജയം നേടിയല്ലാതെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. എന്നാൽ ഇത് രാജ്യത്തിന് അയൽരാജ്യമായ ഈജിപ്തുമായുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തും. ഇതിനിടെ ഇസ്രായേലുമായി യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1978 ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് കരാർ റദ്ദാക്കുമെന്ന് ഈജിപ്ത് ഭീഷണി മുഴക്കുന്നുണ്ട്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കാതെ ഇസ്രായേലുമായി യാതൊരുവിധ കരാറിനും തയ്യാറല്ലെന്ന് സൗദി അറേബ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയുമായി അടുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് ഇത് വലിയ തിരിച്ചടിയാണ്. അറബ് രാജ്യങ്ങളിലെല്ലാം പലസ്തീൻ അനുകൂല വികാരം ശക്തമാണ്. അവിടുത്തെ ഗവൺമെന്റുകൾക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നോക്കി നിൽക്കുവാനാകില്ല. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് വലിയൊരു രാഷ്ട്രീയ അസ്ഥിരതയിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അറബികളും ജൂതന്മാരും തമ്മിലുള്ള ശത്രുതയ്ക്ക് അരനൂറ്റാണ്ടിന്റെ ചരിത്രമേ ഉള്ളൂ. 1939-നും 1945-നും ഇടയിലെ 2ാം ലോക യുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ കൂട്ടക്കൊലയിൽ നിന്ന് പലായനം ചെയ്തവരാണ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചത്. യൂറോപ്പിലെ ക്രൈസ്തവ സമൂഹങ്ങളിൽ തങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ലെന്ന് തിരിച്ചറിഞ്ഞ അവർ ബൈബിളിൽ ഇസ്രായേൽ ജനതയുടെ രാഷ്ട്രമായി കൽപ്പിച്ചിരിക്കുന്ന ഭൂമിയിൽ സ്വന്തമായ ഒരു രാഷ്ട്രം പടുക്കുവാൻ തീരുമാനിച്ചു. ജൂതന്മാരുടെ ദൈവമായ യഹോവ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സയോൺ മലനിരകൾക്കു കീഴിൽ സ്വപ്നരാജ്യം പടുത്തുയർത്തുവാൻ തീരുമാനിച്ച ഇവർ സയനിസ്റ്റുകൾ എന്നറിയപ്പെട്ടു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശത്ത് അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായി രാജ്യം സ്ഥാപിക്കാൻ വന്ന ജൂതന്മാരെയും അറബികൾ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി തന്നെയാണ് കണ്ടത്. അന്ന് തുടങ്ങിയതാണ് ഈ രക്തച്ചൊരിച്ചിൽ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ വന്നതോടെ അറബികൾ പുറന്തള്ളപ്പെട്ടു. ഒക്ടോമൻ സാമ്രാജ്യവും ബ്രിട്ടീഷ് അധിനിവേശവും ചരിത്രമായെങ്കിലും ആ സാമ്രാജ്യങ്ങൾ തുടങ്ങിവെച്ച യുദ്ധം ഇന്നും പലസ്തീൻ മണ്ണിൽ തുടരുന്നു. ഇപ്പോൾ റഫയിൽ കൂട്ടക്കൊലയ്ക്കുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ലോകരാജ്യങ്ങളുടെ കൺമുന്നിൽ ഒരു ജനത ഇല്ലാതാവുകയാണ്. ഹിറ്റ്ലറുടെ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവരുടെ പിന്മുറക്കാർ നിലനിൽപ്പിന്റെ പേരിൽ നടത്തുന്ന കൂട്ടക്കൊല, പാലസ്തീൻകാരുടെ നിസ്സഹായതയെ മുതലെടുക്കുന്ന തീവ്രവാദ സംഘടനകൾ, ബഹുരാഷ്ട്ര സഖ്യങ്ങളും സമാധാന സംഘടനകളും ഇവിടെ കാഴ്ചക്കാർ മാത്രമാവുകയാണ്.